ഹലോ, നമസ്കാരം. സ്വപ്നങ്ങളൊക്കെ അകലെയാണെന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് പ്രചോദനമേകുന്ന ചില ജീവിതങ്ങൾ നമുക്ക് കൺമുന്നിൽ തന്നെയുണ്ട്. ശ്രീജ JS എന്ന മിടുക്കിയായ വിദ്യാർത്ഥിനി ഒരുപാട് തടസ്സങ്ങളെ, പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിലും അവൾ കണ്ട സ്വപ്നത്തെ ചേർത്ത് വെച്ചുകൊണ്ട് അവൾ പഠിക്കുന്ന ഇടത്തിൽ അവളുടെ പേരിനോടൊപ്പം ശ്രീജ JS IFS എന്ന് എഴുതി ചേർത്ത് ആ സ്വപ്നത്തെ കണ്ടുകൊണ്ട് സ്വപ്നത്തിനു വേണ്ടി നിരന്തരമായി പ്രയത്നിച്ച ശ്രീജ JS എന്ന മിടുക്കി. അവൾക്ക് കൂട്ടായി അവളുടെ അച്ഛനുണ്ടായിരുന്നു. ദാരിദ്ര്യത്തിലും കൂലിപ്പണിക്കാരനായ അച്ഛൻ മകളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കാൻ തയ്യാറായി. ഞായറാഴ്ച പോലും സൈക്കിൾ ചവിട്ടി ജോലിക്ക് പോയിരുന്ന ഒരച്ഛൻ, പ്രാർത്ഥനയോടെ കൂടെ നിന്ന അമ്മ, ഹൈസ്കൂൾ പഠനകാലത്തൊക്കെ മകളെ പഠനത്തിൽ സഹായിച്ചിരുന്ന അമ്മ MA ബിരുദധാരിയാണ്. അങ്ങനെ ദാരിദ്ര്യത്തിലും ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും നേടണം എന്നുള്ള തീരുമാനം, മകളുടെ പഠനത്തിൽ ഒരിക്കലും ദാരിദ്ര്യം തടസ്സമാകരുത് എന്ന് ഉറച്ച തീരുമാനത്തോടെ മുന്നേറിയ അച്ഛൻ, അങ്ങനെ മാതാപിതാക്കളുടെ സ്വപ്നം നിറവേറ്റിയ ശ്രീജ JS എന്ന മകൾ സിവിൽ സർവീസ് പരീക്ഷയിൽ 57ാം റാങ്ക് നേടി കേരളത്തിലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും മാതൃകയായി മാറിയ ശ്രീജ പഠിപ്പിക്കുന്ന പാഠം ഇതുതന്നെയാണ്. സ്വപ്നങ്ങൾക്ക് മുന്നിൽ പ്രതിസന്ധികളില്ല, പരിമിതികളില്ല. നാം കാണുമ്പോൾ, നാം അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ, നമ്മോടൊപ്പം കൂടെ നിൽക്കാൻ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്വപ്നം നേടുവാൻ നമുക്ക് സാധിക്കും. താൻ കണ്ട വലിയ സ്വപ്നത്തിന് മുന്നിൽ കാഴ്ചപരിമിതി ഒരു പരിമിതിയല്ല, തടസ്സമല്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് സിവിൽ സർവീസ് പരീക്ഷയിൽ 109ാം റാങ്കിൻ്റെ തിളക്കത്തിലുള്ള അജയ് R രാജ് എന്ന വിദ്യാർത്ഥി പകർന്നു നൽകുന്ന പാഠം ഇതുതന്നെയാണ്. പരിമിതിക്ക് തോൽപ്പിക്കാനാകില്ല ചില തീരുമാനങ്ങളെ, ചില സ്വപ്നങ്ങളെ. ജന്മനാ വലത് കൈ നഷ്ടപ്പെട്ട കാജൽ രാജു എന്ന വിദ്യാർത്ഥിനിയും പങ്കുവയ്ക്കുന്ന സന്ദേശം, ചിലതൊക്കെ നേടിയെടുക്കുവാൻ ചിലതൊക്കെ അംഗീകരിച്ച് മതിയാകും. പരിമിതികളെ അംഗീകരിച്ചുകൊണ്ട് മികവുകളെ കണ്ടെത്തി മുന്നേറിയാൽ വിജയം ഉറപ്പ് എന്നുള്ള തിരിച്ചറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകുവാൻ കാജൽ രാജു എന്ന മിടുക്കിക്കും സാധിച്ചു. അപകടത്തെ തുടർന്ന് അരയ്ക്ക് താഴെ തളർന്ന് വീൽചെയറിലായിപ്പോയ ജീവിതം, സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചിരുന്ന ആ കാലഘട്ടത്തിലാണ് ആതിര കണ്ടത് ഞാനൊരു സിവിൽ സർവീസുകാരിയാകും എന്നുള്ള സ്വപ്നം. അങ്ങനെ വീണ് കിടക്കുമ്പോൾ കണ്ട സ്വപ്നത്തെ ഉയർത്തെഴുന്നേൽക്കുവാനുള്ള പ്രചോദനമായി കണ്ടുകൊണ്ട് ആതിര സുഗതൻ അങ്ങ് സിവിൽ സർവീസ് എന്ന സ്വപ്നത്തെ നേടിയെടുത്തപ്പോൾ പറഞ്ഞു വന്ന 4 വ്യക്തികളും പകർന്നു നൽകുന്ന പാഠം ഒന്നേയുള്ളൂ: സ്വപ്നം കാണുക, സ്വപ്നം കാണുക, ആ സ്വപ്നത്തിന് വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുക. പരിമിതികളെ അതിജീവിക്കുവാനുള്ള കരുത്ത് നമ്മിലുണ്ട്. സ്വപ്നത്തിൻ്റെ തിളക്കം എന്നും പരിമിതികളെക്കാൾ ജ്വലിച്ചു നിൽക്കണം. ആ തിളക്കത്തിൽ എല്ലാ പരിമിതികളും നിഷ്പ്രഭമാകണം. അതെ, സ്വപ്നം കണ്ടുകൊണ്ട്, സ്വപ്നത്തിന് വേണ്ടി നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ട് വിജയത്തിലെത്തുവാൻ ഈ 4 വ്യക്തികളും നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയാണ് നമുക്കും സാധിക്കും. ചിലതൊക്കെ നമ്മുടെ പരിമിതികളല്ല, നമ്മുടെ മികവുകളാണ് നാം കണ്ടെത്തേണ്ടത്. മികവുകളെ കണ്ടെത്തിക്കൊണ്ട് പ്രതീക്ഷയോടെ യാത്ര തുടരുവാൻ നമുക്കും സാധിക്കട്ടെ.